ആരും ചോദിക്കുന്ന കാര്യമാണ് എൻ്റെ ഐബ്രോസ് എങ്ങനെയാണ് ഞാൻ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇടണമെന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ കേട്ടോ. വല്ലപ്പോഴും വീഡിയോ ചെയ്യും, 1-2 പേര് കമൻറ്റ് ചെയ്യും, 10-15 വ്യൂവേഴ്സ് വേണം. അപ്പോൾ അതിലെന്തായാലും ഒരാൾ എനിക്ക് വേണ്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും എന്തായാലും കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കാറുണ്ട് പിരികൊട്ടില്ലാത്ത ഒരാളാണ് ഞാൻ, അപ്പോൾ അതെങ്ങനെയാണ് സെറ്റാക്കുന്നത്. സോ ഞാൻ PCയുടെ ഐബ്രോ ഡിഫൈനറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ തീർന്നിട്ട് എൻ്റെ ലൈറ്റ് ഓഫ് ആയിട്ടില്ല, തീർന്നിട്ട് ഞാൻ വേറെ പുതിയത് വാങ്ങിയതാണ്. 3 ഷെയ്ഡാണുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഇതിന് 295 രൂപയാണ് റേറ്റ് വരുന്നത്. അഫോർഡബിൾ റേറ്റാണ്, ചെറിയൊരു സാധനമാണ് കേട്ടോ. സോ ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇതൊരു ബ്രഷ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയൊരു ബ്രഷ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ സാധാ ചെയ്യാറ്. അപ്പോൾ നല്ലതായിട്ട് ഇരിക്കും, കാരണം അത് കോംബ് ചെയ്യാനൊക്കെ പറ്റും. ഇതിലൂടെ കിട്ടുന്ന ഒരു കുട്ടി ബ്രഷ്, ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം നമ്മൾ എപ്പോഴും മിഡിൽ പോർഷനിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. സോ ഞാൻ എപ്പോഴും ബ്ലാക്കാണ് എടുക്കുന്നത്, ചിലർ ബ്രൗൺ അങ്ങനെയൊക്കെ എടുക്കും. സോ ഇത് ആക്ച്വലി ബ്ലാക്ക് അല്ല, ഒരു ഡാർക്ക് ബ്ലാക്ക് അല്ല, ഒരു മീഡിയം കളർ വരുന്നതാണ്. മിഡിൽ പോർഷനിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, മിഡിലിൽ നിന്ന് എൻഡിലോട്ട് പോകണം. എനിക്ക് ഇച്ചിരി ഡാർക്കായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്നത് നമ്മൾ അതിങ്ങനെ ഫ്രണ്ടിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കുറച്ചുകൂടി അപ്ലൈ ചെയ്യാം. കേട്ടോ ഡിഫറൻസ് ഇതിൽ നിന്ന് നല്ല വ്യത്യാസമില്ലേ. സോ നമ്മൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും മിഡിൽ പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് പിന്നെ സ്പ്രെഡ് ചെയ്ത് ഫ്രണ്ടിലോട്ട് കൊടുക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു നാച്ചുറൽ സംഭവം കിട്ടുള്ളൂ. ഞാൻ അതുപോലെ ഇപ്പുറത്തേക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. സോ ഞാൻ സാധാ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഐബ്രോ ബ്രഷാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അയച്ചുതരാം. അല്ലെങ്കിൽ നൈക്കയിൽ അവൈലബിൾ ആണ്. ഞാൻ നൈക്കയിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്.